ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നൊരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള മസാല ദോശയുടെ മസാല തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പം നമുക്കിത് റെഡിയാക്കിയിട്ടെടുക്കാം. നല്ല രുചിയുള്ളൊരു മസാലയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ല ചൂടായ പാനിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മുടെ ഈ മസാലയ്ക്ക് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഉള്ളെങ്കിൽ അത് ചേർത്താലും മതി. അപ്പം എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ദേ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 തണ്ട് കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത് വേണ്ടത് വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്നതൊന്ന് കട്ട് ചെയ്തിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇവ 3 ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. അത് 1 ടീസ്പൂൺ അളവിൽ എടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ അവയെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം അവയൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് പച്ചമുളകും സവാളയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ മസാല ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് വഴറ്റി കൊടുത്ത് സവാളയുടെയൊക്കെ കളറ് മാറി ഒരു ഗോൾഡ് കളർ ആവുന്നിടം വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തന്നെ സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അധികം നമ്മൾ തക്കാളി എടുത്താൽ നമ്മുടെ ഈ മസാലയ്ക്ക് കുറച്ച് പുളിയായിട്ട് തോന്നും. അപ്പോൾ പകുതി തക്കാളി എടുത്താൽ മതി. അപ്പോൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്ത് തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടികളാണ്. വേറൊന്നുമല്ല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവ 3 ഇട്ട് അതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വേണം നമ്മൾ അവയൊന്ന് വഴറ്റി കൊടുക്കേണ്ടത്. ഇനി നമുക്കതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ പ്രധാനമായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഒന്ന് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. ഞാനിത് ഉപ്പ് ചേർത്തിട്ടാണ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇനി ഈ കിഴങ്ങ് നമ്മൾ ആ ഉള്ളിയിലോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 5 പേർക്ക് കഴിക്കാനുള്ള മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കിപ്പം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തതിൻ്റെ ഓരോന്നിൻ്റെയും അളവ് നിങ്ങൾ ഇരട്ടിയാക്കി എടുത്താൽ മതി. അപ്പം നമ്മൾ ആ മസാലയിലോട്ട് നല്ലപോലെ കിഴങ്ങ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. അതുവരെ നമ്മൾ ഒന്ന് മിക്സാക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുടാം. അപ്പോൾ പാനിൽ അല്പം ഓയിൽ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ നല്ല തിന്നായിട്ട് വേണം ദോശമാവ് ഒന്ന് പരത്തി കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് അതൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ദോശയുടെ ചില ഭാഗത്തൊക്കെ നല്ല ബ്രൗൺ കളറിൽ ആകുമ്പോൾ നമുക്കതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള മസാലയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ എളുപ്പം നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ശരി, ഓക്കെ.